റൂത്തിൻ്റെ പുസ്തകം അധ്യായം 2 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1. റൂത്ത് അധ്യായം 2 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. ചോദ്യം 2. റൂത്ത് അധ്യായം 2 ഏക തലക്കെട്ട്. ഉത്തരം റൂത്ത് ബോവാസിൻ്റെ വയലിൽ. ചോദ്യം 3. ആരുടെ ഭർതൃകുടുംബത്തിലാണ് ബോവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നത്? ഉത്തരം നവോമിയുടെ. ചോദ്യം 4. നവോമിയുടെ ഭർതൃകുടുംബത്തിൽ ഉണ്ടായിരുന്ന ധനികൻ്റെ പേരെന്ത്? ഉത്തരം ബോവാസ്. ചോദ്യം 5. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ. ആര് ആരോട് ചോദിച്ചു? ഉത്തരം മോവാബ്യയായ റൂത്ത് നവോമിയോട്. ചോദ്യം 6. ഞാൻ പോയി ആരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്നാണ് മോവാബ്യയായ റൂത്ത് നവോമിയോട് ചോദിച്ചത്? ഉത്തരം എന്നെ അനുവദിക്കുന്നവരുടെ. ചോദ്യം 7. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ എന്താണ് ചെയ്തത്? ഉത്തരം കാലാ പെറുക്കി. ചോദ്യം 8. റൂത്ത് വയലിൽ ചെന്ന് ആരുടെ പിറകെയാണ് കാലാ പെറുക്കിയത്? ഉത്തരം കൊയ്ത്തുകാരുടെ. ചോദ്യം 9. വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാ പെറുക്കിയത് ആര്? ഉത്തരം റൂത്ത്. ചോദ്യം 10. ആരുടെ വയലിലാണ് റൂത്ത് കാലാ പെറുക്കാൻ എത്തിച്ചേർന്നത്? ഉത്തരം ബോവാസിൻ്റെ. ചോദ്യം 11. ബോവാസ് ആരുടെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു? ഉത്തരം എലിമെലെക്കിൻ്റെ. ചോദ്യം 12. ബോവാസ് എവിടെ നിന്ന് വന്നുവെന്നാണ് റൂത്ത് 2:4 പറയുന്നത്? ഉത്തരം ബെത്ലഹേമിൽ നിന്ന്. ചോദ്യം 13. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. അവൻ ആര്? ഉത്തരം ബോവാസ്. ചോദ്യം 14. എന്തു പറഞ്ഞുകൊണ്ടാണ് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ്. ചോദ്യം 15. ബോവാസ് എവിടെ നിന്ന് വന്നാണ് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം ബെത്ലഹേമിൽ നിന്ന്. ചോദ്യം 16. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തപ്പോൾ അവർ എന്തു പറഞ്ഞാണ് പ്രത്യാഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 17. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് ബോവാസിനെ പ്രത്യാഭിവാദനം ചെയ്തത് ആര്? ഉത്തരം കൊയ്ത്തുകാർ. ചോദ്യം 18. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചത് എന്ത്? ഉത്തരം ആരാണ് ഈ യുവതി? ചോദ്യം 19. ആരാണ് ഈ യുവതി എന്ന് ബോവാസ് ചോദിച്ചത് ആരോട്? ഉത്തരം കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട്. ചോദ്യം 20. റൂത്ത് 2:6 പ്രകാരം നവോമിയോടൊപ്പം എവിടെ നിന്ന് വന്ന മോവാബ്യ സ്ത്രീയാണ് ഇവൾ എന്നാണ് ഭൃത്യൻ മറുപടി നൽകിയത്? ഉത്തരം മോവാബിൽ നിന്ന്. ചോദ്യം 21. വയലിൽ നിന്ന് കാലാ പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. അവൾ ആര്? ഉത്തരം റൂത്ത്. ചോദ്യം 22. റൂത്ത് 2:7 തന്നെ എന്തിന് അനുവദിക്കണമെന്നാണ് റൂത്ത് അപേക്ഷിച്ചത്? ഉത്തരം വയലിൽ കാലാ പെറുക്കാൻ. ചോദ്യം 23. റൂത്ത് 2:8 ബോവാസ് റൂത്തിനെ സംബോധന ചെയ്യുന്നത് എപ്രകാരം? ഉത്തരം മകളെ. ചോദ്യം 24. ഭൃത്യനിൽ നിന്ന് റൂത്തിനെ കുറിച്ച് കേട്ട ശേഷം ബോവാസ് അവളോട് പറഞ്ഞത് എന്ത്? ഉത്തരം മകളെ, കാലാ പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട. ചോദ്യം 25. മകളെ, കാലാ പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ബോവാസ് റൂത്തിനോട്. ചോദ്യം 26. മകളെ, കാലാ പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബോവാസ് റൂത്തിനോട് പറയുന്നത് എന്ത്?
ഉത്തരം എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്ന് കൊള്ളുക. ചോദ്യം 27. കാല പെറുക്കാൻ ആരോടുകൂടെ ചേർന്ന് കൊള്ളുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം എൻ്റെ ദാസിമാരോടുകൂടെ. ചോദ്യം 28. എന്തു നോക്കി അവരെ പിന്തുടരുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി. ചോദ്യം 29. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം ഭൃത്യന്മാരോട്. ചോദ്യം 30. താൻ ഭൃത്യന്മാരോട് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം നിന്നെ ശല്യപ്പെടുത്തരുതെന്ന്. ചോദ്യം 31. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അവർ ആര്? ഉത്തരം ഭൃത്യന്മാർ. ചോദ്യം 32. നിനക്ക് ദാഹിക്കുമ്പോൾ എന്തു ചെയ്യാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം ഭൃത്യന്മാർ കോരി വച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. ചോദ്യം 33. എങ്ങനെയുള്ള എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തുവെന്നാണ് റൂത്ത് ബോവാസിനോട് ചോദിച്ചത്? ഉത്തരം അന്യനാട്ടുകാരിയായ. ചോദ്യം 34. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ ആർക്കുവേണ്ടി ചെയ്തത് തനിക്ക് അറിയാം എന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം അമ്മായി അമ്മയ്ക്ക് വേണ്ടി. ചോദ്യം 35. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായി അമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് ആരുടെയിൽ വന്നതും എല്ലാം തനിക്ക് അറിയാമെന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം അപരിചിതരായ ജനത്തിൻ്റെ. ചോദ്യം 36. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് ഡാഷ് നൽകും. റൂത്ത് 2:12 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പ്രതിഫലം. ചോദ്യം 37. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് എന്ത് നൽകുമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം പ്രതിഫലം. ചോദ്യം 38. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ ഡാഷ്. റൂത്ത് 2:12 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സമൃദ്ധമായി അനുഗ്രഹിക്കും. ചോദ്യം 39. റൂത്ത് 2:13 റൂത്ത് എപ്രകാരമാണ് ബോവാസിനെ സംബോധന ചെയ്യുന്നത്? ഉത്തരം യജമാനനെ. ചോദ്യം 40. യജമാനനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം റൂത്ത് ബോവാസിനോട്. ചോദ്യം 41. റൂത്ത് 2:13 ഞാൻ ആരല്ല എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത്? ഉത്തരം അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. ചോദ്യം 42. ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ലെങ്കിലും അങ്ങ് എന്നോട് എന്തു ചെയ്തുവെന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത്? ഉത്തരം ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ചോദ്യം 43. റൂത്ത് 2:13 ബോവാസ് റൂത്തിനോട് സംസാരിച്ചത് എപ്രകാരം? ഉത്തരം കരുണയോടെ. ചോദ്യം 44. എങ്ങനെ അപ്പം ഭക്ഷിച്ചുകൊള്ളൂ എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം വീഞ്ഞിൽ മുക്കി. ചോദ്യം 45. റൂത്ത് ആരോടുകൂടെയാണ് ഭക്ഷണത്തിനിരുന്നത്? ഉത്തരം കൊയ്ത്തുകാരോടുകൂടെ. ചോദ്യം 46. അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു. അവൻ അവൾക്ക് ഡാഷ് കൊടുത്തു. റൂത്ത് 2:14 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം മലർ. ചോദ്യം 47. അവൾ ഭക്ഷിച്ചു തൃപ്തയായി ബാക്കിയും വന്നു. അവൾ ആര്? ഉത്തരം റൂത്ത്. ചോദ്യം 48. അവൾ കാല പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത് എന്ത്? ഉത്തരം അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. ചോദ്യം 49. അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ബോവാസ് ഭൃത്യന്മാരോട്. ചോദ്യം 50. അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും എന്തു ചെയ്തു കൊള്ളട്ടെ എന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത്? ഉത്തരം ശേഖരിച്ചു കൊള്ളട്ടെ. ചോദ്യം 51. അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. അവളെ എന്തു ചെയ്യരുത്? ഉത്തരം ശകാരിക്കരുത്. ചോദ്യം 52. അവളെ ഡാഷ് കറ്റകളിൽ നിന്നും കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം. അവളെ ഡാഷ്. റൂത്ത് 2:16 പ്രകാരം പൂരിപ്പിക്കുക.
ഉത്തരം ശകാരിക്കരുത്, ശാസിക്കരുത്. ചോദ്യം 53. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി എന്ത് ചെയ്യണമെന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത്? ഉത്തരം അവൾക്ക് പെറുക്കാൻ ഇടണം. ചോദ്യം 54. റൂത്ത് 2:17 പ്രകാരം അങ്ങനെ അവൾ സന്ധ്യ വരെ എന്തു ചെയ്തു? ഉത്തരം കാല പെറുക്കി. ചോദ്യം 55. മെതിച്ചപ്പോൾ ഏകദേശം എത്ര അളവ് ബാർലി ഉണ്ടായിരുന്നു? ഉത്തരം ഒരു ഏഫ. ചോദ്യം 56. ഒരു ഏഫ എത്ര ലിറ്റർ? ഉത്തരം 45 ലിറ്റർ. ചോദ്യം 57. റൂത്ത് 2:18 പ്രകാരം ബാക്കി വന്ന ആഹാരം റൂത്ത് ആർക്ക് കൊടുത്തു? ഉത്തരം അമ്മായി അമ്മയ്ക്ക്. ചോദ്യം 58. താൻ ശേഖരിച്ച ധാന്യം അമ്മായി അമ്മയെ കാണിക്കുകയും ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ അവൾ ചോദിച്ച 2 ചോദ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? ചോദ്യം 59. എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? ആര് ആരോട് ചോദിച്ചു? ഉത്തരം നവോമി റൂത്തിനോട്. ചോദ്യം 60. നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ എപ്രകാരമാകട്ടെ എന്നാണ് അമ്മായിയമ്മ റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം അനുരഹിതനാകട്ടെ. ചോദ്യം 61. ബോവാസിനോടുകൂടെയാണ് താൻ ഇന്ന് ജോലി ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ആര് അവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ്. ചോദ്യം 62. അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. ആര് ആരോട് ആരെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം നവോമി റൂത്തിനോട് ബോവാസിനെ കുറിച്ച്. ചോദ്യം 63. കൊയ്ത്തു മുഴുവൻ തീരുവോളം ആരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് ബോവാസ് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റൂത്ത് പറഞ്ഞത്? ഉത്തരം വേലക്കാരോടുകൂടെ. ചോദ്യം 64. മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാൻ ഇടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം നവോമി മരുമകളോട്. ചോദ്യം 65. അങ്ങനെ എന്തിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിയുന്നവരെയാണ് റൂത്ത് ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് കാല പെറുക്കിയത്? ഉത്തരം ബാർലിയുടെയും ഗോതമ്പിൻ്റെയും. ചോദ്യം 66. അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നവരെ അവൾ ആരോട് ചേർന്ന് നിന്നാണ് കാല പെറുക്കിയത്? ഉത്തരം ബോവാസിൻ്റെ ദാസിമാരോട്. ചോദ്യം 67. ബോവാസ് എന്ന പേര് റൂത്ത് അധ്യായം 2 എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു? ഉത്തരം 11 പ്രാവശ്യം. ചോദ്യം 68. റൂത്ത് 2:2 സമാനമായ മറ്റു തിരുവചന ഭാഗങ്ങൾ ഏവ? ഉത്തരം ലേവ്യർ 19:9-10, നിയമാവർത്തനം 24:19. ചോദ്യം 69. റൂത്ത് 2:20 സമാനമായ തിരുവചന ഭാഗം ഏത്? ഉത്തരം ലേവ്യർ 25:25.